കിഴക്കൻ മലയോര മേഖലയോട് അവഗണന. കോടശ്ശേരിയിൽ ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. 91 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണവും 45,000-ത്തിലധികം ജനസംഖ്യയുമുള്ള കോടശ്ശേരി പഞ്ചായത്തിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ മതിയായ ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. പഞ്ചായത്തിലെ 11 വാർഡുകളിലെ ജനങ്ങൾക്ക് ഉപകാരപ്പെടും വിധം കുണ്ടുകുഴിപ്പാടം ഹെൽത്ത് സബ് സെന്ററിൽ ഒരു ഡോക്ടറുടെ സേവനം പ്രത്യേകമായി ലഭ്യമാക്കണമെന്നാണ് പ്രദേശവാസികൾ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. നിലവിൽ കോടശ്ശേരി പഞ്ചായത്തിലെ ഏക പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ചാലക്കുടി മുനിസിപ്പാലിറ്റിയോട് ചേർന്ന് കിടക്കുന്ന എലിഞ്ഞിപ്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ചാലക്കുടി താലൂക്ക് ആശുപത്രിക്ക് തൊട്ടടുത്തായതിനാൽ പഞ്ചായത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ളവർക്ക് ഇതിന്റെ പ്രയോജനം പൂർണ്ണമായി ലഭിക്കുന്നില്ല. പ്രത്യേകിച്ച് പഞ്ചായത്തിന്റെ കിഴക്കേ അറ്റത്തുള്ള മലയോര ഗ്രാമങ്ങളായ വാരൻകുഴി, മരുതുകുഴി, രണ്ടുകൈ, ചൂളക്കടവ് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും ചൌക്കയിലെ ആശുപത്രിയിൽ എത്തിച്ചേരണമെങ്കിൽ രോഗികൾ 20 കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നു. അടിയന്തര ഘട്ടങ്ങളിൽ യഥാസമയം ചികിത്സ ലഭിക്കാതെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ചെറുതല്ല. മുൻ സർക്കാരിന്റെ കാലത്തും ഈ ആവശ്യം ഉന്നയിച്ച് നാട്ടുകാർ രംഗത്തിറങ്ങിയിരുന്നുവെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല. പുതിയ സർക്കാരിലാണ് ഇനി മലയോര ജനതയുടെ പ്രതീക്ഷ. കുണ്ടുകുഴിപ്പാടം ഹെൽത്ത് സെന്ററിൽ ഡോക്ടറുടെ സേവനം അടിയന്തരമായി ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി KM ജോസ് രംഗത്തെത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് മന്ത്രി K മുരളീധരൻ, MLA സനീഷ് കുമാർ ജോസഫ്, പഞ്ചായത്ത് പ്രസിഡന്റ് സുനന്ദ നാരായണൻ എന്നിവർക്ക് അദ്ദേഹം നേരിട്ട് കത്ത് നൽകി. മലയോര ജനതയുടെ ആരോഗ്യ സുരക്ഷ മുൻനിർത്തി ഈ വിഷയത്തിൽ എത്രയും വേഗം അനുകൂലമായ നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. കൊടകരയിലെയും ചുറ്റുവട്ടത്തെയും നാട്ടുവിശേഷങ്ങൾ അറിയുന്നതിന് ഫേസ്ബുക്കിലെ കൊടകരിയം പേജ് പിന്തുടരാം. യൂട്യൂബിലെ നാട്ടുവാർത്ത കൊടകര മറ്റത്തൂർന്ന ചാനലിലും നമ്മുടെ നാട്ടിലെ വിശേഷങ്ങൾ കാണാം.